ശശി തരൂർ ഇനിയും കോൺഗ്രസിൽ തുടരുമോ? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്നവരാണ് യഥാർത്ഥ മണ്ടന്മാർ. അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുകൂടി ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശശി തരൂർ എന്ന വ്യക്തിയുടെ ശരീരം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളതെന്ന് കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവർ പറഞ്ഞു തരും. ഇതുവരെ ശശി തരൂരിൻ്റെ മനസ്സ് BJP-യിലേക്ക് പോയി കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല. കാരണം പുള്ളിക്കാരൻ അങ്ങനെ ഒരു BJP അനുകൂല നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല. പക്ഷേ ആ മനസ്സ് നരേന്ദ്രമോദിയുടെ അടുത്തെത്തി കഴിഞ്ഞു. മാത്രമല്ല, രാജ്യസ്നേഹത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുമൊക്കെ അമിത ആത്മാർത്ഥത പ്രകടിപ്പിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ശശി തരൂർ ഇതുവരെ BJP-യെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോകില്ല എന്ന് ആരും വിശ്വസിക്കില്ല. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നില്ല എന്നുള്ളതിനേക്കാൾ ഇത്രയൊക്കെ പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ശശി തരൂരിനെ പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ശശി തരൂർ ഒരു വിശ്വപൗരനാണ് എന്നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പലരും പറയുമെങ്കിലും പാർട്ടി പുള്ളിയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂർ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ അപമതിക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടും അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്കിടയിൽ ഇപ്പോൾ വലിയ രീതിയിൽ സംസാരമായിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറിയ പ്രസ്താവനകൾ നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കഴുത്തിന് പിടിച്ച് പുറത്തു കളഞ്ഞ സംഭവങ്ങൾ ഈ അടുത്തു തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശശി തരൂരിൻ്റെ പ്രവേശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ തുടക്കമാകുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. ആ കരുതൽ വെറുതെയല്ല എന്ന് വോട്ടെടുപ്പ് ദിവസം തന്നെ വ്യക്തമാവുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾക്കിടെ ഏറെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും വോട്ടെടുപ്പിൻ്റെ അന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വിഷയമായിരുന്നല്ലോ ശശി തരൂരിൻ്റെ നരേന്ദ്രമോദി പ്രേമം. BJP-യിലേക്ക് ചേക്കേറി അധികാരത്തിൻ്റെ ഭാഗമായി മാറാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് തരൂർ മാസങ്ങളായി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്ന വണ്ണമാണ് തരൂർ മോദിയെ നിരന്തരം പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ മുൻമുനയിൽ നിർത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസിനും അറിയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തോട് പല കാര്യങ്ങളിലും തനിക്ക് വിയോജിപ്പുണ്ടെന്ന് പറയുക കൂടി ചെയ്തോടെ കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കം തരൂർ ഒന്നുകൂടി അടിവരയിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ശശി തരൂരിൻ്റെ പുതിയ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമാകുമെന്നാണ് സംസ്ഥാനത്തെ BJP-യിലെ ചില മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചനകൾ. ഇതിനൊപ്പം തന്നെയാണ് തരൂർ BJP-യിലേക്ക് പോയാൽ എങ്ങനെയാവും അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതം എന്ന ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുഖമായി അറിയപ്പെടുന്ന ഒരു പദവി, അതാണ് നരേന്ദ്രമോദി ശശി തരൂരിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തരൂർ ചന്ദ്രശേഖരൻ നായരുടെയും ലില്ലി മേനോൻ്റെയും മകനായി ജനിച്ച് ഇന്ത്യയിലും അമേരിക്കയിലുമായി വിദ്യാഭ്യാസം നടത്തിയ ശശി തരൂർ 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന വ്യക്തിയാണ്. വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ ആയി വിരമിച്ച ശേഷം കോഫി അന്നൻ്റെ തുടർച്ചക്കാരനാകുവാൻ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ ശശി തരൂർ മത്സരിച്ചെങ്കിലും അനൗദ്യോഗിക വോട്ടെടുപ്പുകൾക്കു ശേഷം വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ പിന്മാറുകയായിരുന്നു. ഔദ്യോഗിക ജീവിതകാലത്തു തന്നെ മികച്ച പ്രാസംഗികൻ എന്ന നിലയിലും ഗ്രന്ഥരചയിതാവ് എന്ന നിലയിലുമൊക്കെ പ്രശസ്തനായിരുന്നു തരൂർ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുവാൻ വിമാനമിറങ്ങിയതു മുതലാണ് കേരളം ശശി തരൂരിനെ അടുത്തറിയാൻ തുടങ്ങിയത്. രൂപത്തിലും ഭാവത്തിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലുമൊക്കെ വ്യത്യസ്തത പുലർത്തിയ തരൂർ വളരെ പെട്ടെന്ന് കോൺഗ്രസിലെ 1-ാം നമ്പർ ബുദ്ധിജീവിയായി മാറുകയും ചെയ്തു. അതായത് ഇന്നത്തെ കേരള BJP-യും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നു യഥാർത്ഥത്തിൽ ശശി തരൂരും കേരളത്തിലെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. സുരേഷ് ഗോപിക്ക് കേരളത്തിലെ BJP-യുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമെല്ലാം കേന്ദ്രത്തിലാണ്, പ്രധാനമന്ത്രിയുമായി നേരിട്ടുള്ള ബന്ധവും. ഇങ്ങനെ തന്നെയായിരുന്നു UPA സർക്കാരിൻ്റെ കാലത്ത് ശശി തരൂർ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം കേന്ദ്രവുമായിട്ടായിരുന്നു നേരിട്ട് ബന്ധം. സോണിയാഗാന്ധിയുമായിട്ടൊക്കെ അത്രയ്ക്ക് അടുപ്പമുള്ള വ്യക്തി കൂടിയായിരുന്നു തരൂർ. ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തി തൻ്റെ കന്നി അംഗത്തിൽ CPM-ലെ P. രാമചന്ദ്രൻ നായരെ 99,989 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായെങ്കിലും കൊച്ചി IPL ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളെ തുടർന്ന് അധികം വൈകാതെ തന്നെ
രാജിവെച്ചിറങ്ങേണ്ടി വന്നു. തുടർന്ന് 2014-ലും 2019-ലും വിജയം ആവർത്തിച്ച തരൂർ ഇക്കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം സീറ്റ് നിലനിർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ കണ്ട തരൂരിനെ ആയിരുന്നില്ല പിന്നെ കാണാൻ സാധിച്ചത്. മോദി പ്രേമം പിടികൂടിയ ഒരു ശശി തരൂരിനെയായിരുന്നു പിന്നെ കേരളം കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ടാണ് ശശി തരൂർ തൻ്റെ വഴിമാറ്റി വിട്ടു തുടങ്ങിയത് എന്ന ചോദ്യം പലർക്കും ഉണ്ടാകും. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നായിരുന്നല്ലോ പൊതുവെയുള്ള കണക്കുകൂട്ടൽ. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ചില കണക്കുകൂട്ടലുകൾ തരൂര് നടത്തിയെന്ന് പറയുന്നതാണ് ശരി. പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. മോദിയുടെ നേതൃത്വത്തിൽ BJP മുന്നണി 3-ാം തവണയും അധികാരത്തിലെത്തുന്നതും മറുവശത്ത് ഇന്ത്യ മുന്നണി ചിന്നിച്ചിതറുകയും ചെയ്യുന്ന കാഴ്ചയാണ് തുടർന്ന് രാജ്യം കണ്ടത്. അതോടെ അധികാരത്തിൽ തിരിച്ചു വരാമെന്നുള്ള കോൺഗ്രസിൻ്റെ അവസാന പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുകയായിരുന്നു. ഇതോടെയാണ് ശശി തരൂർ പതുക്കെ കളം മാറ്റാനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയത് എന്ന് വ്യക്തം. ഈ കളം മാറലിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ 70 വയസ്സുള്ള തരൂർ ഇനിയും കോൺഗ്രസിൽ തന്നെ തുടരുകയാണെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സാകും. ആ പ്രായത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി തനിക്ക് സീറ്റ് ലഭിക്കില്ലെന്ന കാര്യം ശശി തരൂരിന് നന്നായി അറിയാം. ഒരുപക്ഷെ കിട്ടി വിജയിച്ചാൽ തന്നെ ഒരു ടേം കൂടി പാർലമെന്റ് അംഗമായിരുന്നിട്ട് പണി മതിയാക്കേണ്ടി വരുമെന്നും മറ്റാരെക്കാളും നന്നായി തരൂരിന് ബോധ്യമുണ്ട്. UN സെക്രട്ടറി ജനറലും AICC പ്രസിഡന്റും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുമൊക്കെ ആകുവാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനത്തെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമുള്ള ഒതുങ്ങൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുൻപേ BJPയിലെത്തുവാൻ ശശി തരൂർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശശി തരൂർ ഒരിക്കൽ പോലും താൻ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ശത്രുവായ നരേന്ദ്രമോദിയെ കിട്ടുന്ന സമയങ്ങളിൽ ആവശ്യത്തിലധികം പുകഴ്ത്തുന്നുമുണ്ട്. യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ കാലുമാറ്റവും കൂറുമാറ്റവുമൊക്കെ പതിവ് കാഴ്ചയായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ ശശി തരൂർ അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസിനെ ചതിച്ചിട്ട് BJPയിലേക്ക് പോയി എന്ന ഒരു കുപ്രസിദ്ധി തനിക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹമുള്ള ബുദ്ധിമാനായ തരൂർ ബുദ്ധിപൂർവ്വം തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. തുടർച്ചയായ മോദി സ്തുതിയിലൂടെ കോൺഗ്രസിനെ പരമാവധി പ്രകോപിപ്പിച്ച് ഒടുവിൽ തന്നെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചെടുക്കുകയാണ് ആ നീക്കത്തിൻ്റെ ലക്ഷ്യം. ആ നീക്കത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ വീരപരിവേഷത്തോടെ പടിയിറങ്ങാൻ കഴിയുമെന്ന് തരൂരിന് നല്ല ബോധ്യമുണ്ട്. സിന്ദൂർ ഓപ്പറേഷനെക്കുറിച്ച് വിശദീകരിക്കുവാൻ മോദിയുടെ ദൂതനായി വിദേശത്തേക്ക് പോയത് അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു. പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുവാൻ വിദേശത്തേക്ക് മോദി അയച്ച പ്രതിനിധി സംഘങ്ങളിൽ കോൺഗ്രസ് അറിയാതെയാണല്ലോ തരൂർ ഇടം പിടിച്ചത്. കോൺഗ്രസ് നൽകിയ പട്ടികയിൽപ്പെടാതെ മോദിയുടെ പട്ടികയിൽ ഇടം പിടിച്ചാണ് തരൂർ വിദേശത്തേക്ക് പോയത് എന്നുള്ളത് കൂടി ഓർക്കണം. അതേച്ചൊല്ലി പാർട്ടിയിൽ സംസാരമുയർന്നപ്പോൾ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് പറഞ്ഞ് തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്തു. അതായത് തൻ്റെ കഴിവുകൾ രാഷ്ട്രം ആവശ്യപ്പെടുന്നു എന്നും അത് താൻ സമർപ്പിക്കുന്നു എന്നുമുള്ള സന്ദേശമാണ് തരൂർ കോൺഗ്രസിന് നൽകിയത്. കോൺഗ്രസിനൊപ്പം നിന്നാൽ അങ്ങനെയൊരു സമർപ്പണം നടക്കില്ല എന്ന് പറയാതെ പറയുക കൂടിയായിരുന്നു തരൂർ. യഥാർത്ഥത്തിൽ ഈ നീക്കങ്ങളിലൂടെ BJPയിലേക്കുള്ള തൻ്റെ വഴിവെട്ടുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയ പബ്ലിക് റിലേഷൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച് അനുഭവ പരിജ്ഞാനമുള്ള തരൂരിൻ്റെ പേര് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കാതെ ഒഴിവാക്കിയപ്പോൾ അതേ തരൂരിനെ മോദി ഉൾപ്പെടുത്തിയത് തരൂരിൻ്റെ വാദത്തെ ബലപ്പെടുത്തുന്നതായി. തൻ്റെ കഴിവുകൾ കോൺഗ്രസ് കാണുന്നില്ലെന്നും മോദി കാണുന്നു എന്നുമുള്ള തരൂരിൻ്റെ വാദം വിജയിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. മാത്രമല്ല സിന്ദൂർ വിശദീകരണത്തിനായി മോദി അയച്ച പ്രതിനിധി സംഘങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ തന്നെ ചുമതലയാണ് തരൂരിന് പ്രധാനമന്ത്രി നൽകിയത്. അതെന്തായാലും ആ സംഭവത്തോടെയാണ് തരൂർ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അകന്നത് എന്നാണ് സംസാരം. വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂർ അതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതേസമയം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയോ കാണുവാൻ തയ്യാറാകാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ തരൂർ ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു. പോകും മുൻപ് വീണ്ടും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ തരൂർ സമയം കണ്ടെത്തി എന്നുള്ളിടത്താണ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ശശി തരൂർ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിനെതിരെ പരസ്യ പ്രതികരണത്തിന് മുതിരരുത് എന്ന് നേതൃത്വം മറ്റു നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
അത്രമാത്രം നല്ലൊരു ബുദ്ധിജീവിയായി പാർട്ടി തരൂരിനെ കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. ആ സ്ഥിതിക്ക് തൻ്റെ നിലപാടുകൾക്കെതിരെ, അതായത് രാഷ്ട്രീയമല്ല രാജ്യമാണ് തനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വാക്യത്തിൽ കയറി പിടിച്ച് കോൺഗ്രസ് തൂങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ചെറുതായ ഒരു കലാപം പാർട്ടി സൃഷ്ടിച്ച് അവിടെ നിന്ന് പടിയിറങ്ങുക എന്നുള്ളതാണ് തരൂർ ലക്ഷ്യമിടുന്നത്. ഇത് കോൺഗ്രസിനും ബോധ്യമുണ്ട്. ഒരു വീരരക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാൻ തരൂരിന് അവസരം സൃഷ്ടിക്കേണ്ടി വരുമോ എന്ന പേടിയിലാണ് അവർ. അങ്ങനെ സംഭവിച്ചാൽ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നായി മാറും. ഇതിനിടെയാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത്. തരൂരിൻ്റെ കൂറ് BJP-യിലും ചോറ് കോൺഗ്രസിലുമാണെന്ന് തുറന്നടിച്ച ഉണ്ണിത്താൻ മറ്റൊന്നുകൂടി പറഞ്ഞു. തരൂർ പോകുന്നത് കൊണ്ട് കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്നും അതോടെ പക്ഷേ തരൂർ 0 ആകുമെന്നുമാണ് നിലമ്പൂർ വോട്ടെടുപ്പ് ദിവസം തരൂർ നടത്തിയ ചില പ്രസ്താവനകളെ പിടിച്ച് ഉണ്ണിത്താൻ പറഞ്ഞത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് പോലെ അങ്ങനെയൊന്നും തരൂർ 0 ആകില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചെന്നാൽ തരൂരിനെ പരവതാനി വിരിച്ച് സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മിക്കവാറും നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പുള്ളിയെ സ്വീകരിക്കും. മാത്രമല്ല, കോൺഗ്രസിൽ ആജീവനാന്തം തുടർന്നാലും സ്വപ്നം കാണാനാകാത്ത ചില സ്ഥാനങ്ങൾ മോദി തരൂരിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുമാണ് കേൾക്കുന്നത്. പ്രധാനമായും 2 സ്ഥാനങ്ങളാണ് മോദി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, അതല്ലെങ്കിൽ സിന്ദൂർ ദൗത്യത്തിലെന്ന പോലെ നിർണായക അവസരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കരുക്കൾ നീക്കുന്ന റോവിംഗ് അംബാസഡർ പദവി. ഈ 2 പദവികളിൽ ഏതു വേണമെങ്കിലും തൽക്കാലം നൽകാമെന്നാണ് മോദി തരൂരിന് വാക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ റോവിംഗ് അംബാസഡർ പദവിയോടുള്ള താൽപ്പര്യമാണ് തരൂർ മോദിയെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് വിവരം. ഇക്കൂട്ടത്തിൽ പുറത്തുവരുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. ശശി തരൂരിന് മറ്റൊരു വലിയ വാഗ്ദാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിക്കാമെന്ന ചിന്ത മോദിയുടെ മനസ്സിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2027 ഓഗസ്റ്റിൽ ധൻഖർ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ആ പദവിയിലേക്ക് KR നാരായണന് ശേഷം വീണ്ടും ഒരു മലയാളി എത്തിയേക്കും. അതുവരെ ശശി തരൂർ നമ്മൾ നേരത്തെ പറഞ്ഞ റോവിംഗ് അംബാസഡർ പദവി വഹിക്കുകയും ചെയ്യും. സിന്ദൂർ ദൗത്യം കഴിഞ്ഞ് മടങ്ങി വന്ന ഉടൻ ശശി തരൂർ ലണ്ടനിലേക്കാണ് പോയത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരകനായി ചെന്ന് കോൺഗ്രസിനെ പുകഴ്ത്തുകയും BJP-യെയും മോദിയെയും വിമർശിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു ആ ലണ്ടൻ യാത്ര. അത് കഴിഞ്ഞ് വന്നിട്ട് നിലമ്പൂരിലേക്ക് പോകാതെ വോട്ടെടുപ്പ് ദിവസം തന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് മരുന്നിടുകയും ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനായിരുന്നു ശശി തരൂരിൻ്റെ തീരുമാനമെങ്കിലും ഉണ്ണിത്താൻ ഒഴിച്ച് മറ്റാരും വിഷയം ഏറ്റുപിടിച്ചില്ല. കാരണം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും നല്ല ബോധ്യമുണ്ട് ശശി തരൂർ BJP-യിലേക്ക് പോകുമെന്നുള്ള കാര്യം. മകൻ BJP അനുകൂല നിലപാടെടുക്കുന്നു എന്ന വിഷയത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് കോൺഗ്രസിനോട് കൂറ് തെളിയിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനോട് പ്രതികരിച്ചത്. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് രാജ്മോഹൻ ഉണ്ണിത്താനോട് സംസാരിക്കരുത് എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു കാര്യം തരൂർ സൂചിപ്പിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷം ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്ന്. ആ വെളിപ്പെടുത്തലോടെയാകും തരൂരിൻ്റെ കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കവും BJP-യിലേക്കുള്ള പടികയറ്റവും ആരംഭിക്കുക.